ഒരു ദിവസം ഒരു നായ വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു. അവൻ ഒരു തുള്ളി ആഹാരത്തിന് വേണ്ടി പല വീടിൻ്റെ വാതിൽക്കലും എത്തി നോക്കി. എല്ലാവരും അവനെ കല്ലുകൾ പറക്കി എറിയാൻ തുടങ്ങി. അവന് കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്ങോട്ടെന്നില്ലാതെ അവൻ അലഞ്ഞു നടന്നു. എന്നും ഒരു വകയും കിട്ടിയിട്ടില്ലല്ലോ, എന്തു ചെയ്യും? എവിടെ നിന്നില്ലാതെ അവൻ ഓടുകയായിരുന്നു. വിശപ്പല്ലേ, വിശപ്പടക്കണം, എന്തെങ്കിലും കിട്ടണം. പക്ഷേ അവൻ്റെ വിശപ്പിന് ആഹാരം കൊടുക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. എവിടെ എത്തി നോക്കിയാലും അവനെ എല്ലാവരും കല്ലുകൾ വാരി എറിയുമായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, അങ്ങോട്ടൊക്കെ നടന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവൻ നടന്നു. അപ്പോഴാണ് കുറേ റബ്ബറും കാടുകൾ കയറി ഇറങ്ങി അവനൊരു പ്ലാവിൻ്റെ മൂട്ടിലെത്തിയത്. അവിടെ എത്തിയത് അവിടെ കുറേ ചക്കകൾ പഴുത്ത് വീണ് കിടക്കുന്നു. അത് കണ്ട പാവം നായ അത് തിന്നാൻ തുടങ്ങി. വിശപ്പല്ലേ വലുത്. എൻ്റെ മനസ്സിനാകെ സങ്കടം ആയി. എനിക്ക് കുറേ അയച്ചു തന്നെ. എൻ്റെ മനസ്സിനാകെ സങ്കടമായി. അവനെന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അവിടെ നോക്കിയപ്പോൾ കുറേ ചോറുകൾ ഉണ്ടായിരുന്നു. ഞാനതവനെ എടുത്തുകൊണ്ട് ഇട്ട് കൊടുത്തു. അവ വയറ് നിറച്ച് കഴിച്ചു. എന്നിട്ടും അവൻ്റെ വിചാരം ഇനി അടുത്ത് എങ്ങോട്ടാണെന്നല്ല അറിയാൻ മേലാതെ അവൻ യാത്ര തുടർന്നുകൊണ്ടേ. അങ്ങനെ ഒരുപാട് നായ്ക്കൾ. പക്ഷെ എല്ലാവരും കല്ല് പറക്കി എറിയും. ചക്കപ്പഴത്തോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതിന് വയറ് വിശന്നിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. അവൻ ശരിക്കും അവിടെ നിന്ന് ചക്കപ്പഴം വാരി കഴിക്കുന്നുണ്ട്. അല്ലാതെ തൊണ്ടേക്കുരും കൂടെ ഉപകാരം നമുക്ക് ഇവരെ കൊണ്ട്. ചക്കപ്പഴം കൂഴ ചക്കപ്പഴം അതിൻ്റെ തൊണ്ടേക്കുരും കേട്ടോ. ഇതുപോലെ തെരുവിൽ നടക്കുന്ന പട്ടികൾ നമ്മളെ കടിച്ചു കൊല്ലും കേട്ടോ, അത് വേറെ. എന്നാലും ആഹാരമില്ലേ, ജീവിയില്ലേ, എത്ര ദ്രോഹമാണല്ലോ. അതുങ്ങൾ ചെയ്തല്ലോ, അവർക്ക് ആഹാരം കൊടുക്കുക, അത് തന്നെ പുണ്യം.